എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജെർബറയാണ്. സൂര്യകാന്തി വംശത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ജെർബറ എന്ന് പറയുന്നത്. പല കളറുകളിൽ, വൈറ്റ്, പിങ്ക്, റെഡ്, അങ്ങനെ പല കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് സീസണലൊന്നുമല്ല, എപ്പോഴും പൂക്കുന്ന ഒരു പൂവാണ് ഈ ജെർബറ എന്ന് പറയുന്നത്. ഒരു ഡെയ്സി പൂവുമായിട്ട് ഒരു സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ആഫ്രിക്കൻ ഡെയ്സി എന്നും പേരുണ്ട്. പ്രത്യേകിച്ച് പ്രൂണിംഗ് ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. എന്നിരുന്നാലും ഇതുപോലെ നല്ല ലോങ് സ്റ്റെമ്മോടുകൂടി വരുന്ന ഈ ഫ്ലവർ വന്ന് നശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ താഴെത്തട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നോക്കിയാൽ ഈ താഴെത്തട്ടി നിൽക്കുന്നതെല്ലാം ഈ ഫ്ലവർ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇത് ഈ റീസെൻ്റ്ലി ഒരു പൂ വന്നിട്ട് പോയതാണിത്. ഇത് നമ്മൾ ഇപ്പം കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഇതുപോലെ ബേസിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡെഡ് ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയണം. ഇതൊക്കെ നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കേണ്ട ഒരു കെയർ ആയിട്ടുള്ളൂ. പിന്നെ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാം. പിന്നെ അത്യാവശ്യം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ജെർബറ. എപ്പോഴും ഒരു വെസ്റ്റേൺ ഒരു സൗന്ദര്യം നിലനിർത്തുന്ന ഒരു ഫ്ലവറാണ്. അറിയാമല്ലോ, നമുക്ക് വെഡ്ഡിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല റോൾ വഹിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലവർ തന്നെയാണ് ഈ ജെർബറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുപ്പിച്ച് നിർത്തുവാണെങ്കിൽ കാണാൻ ഒരുപാട് ഭംഗിയാണ്. അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് അടുപ്പിച്ച് നമുക്ക് ചെടിച്ചട്ടികളിൽ ഇത് നിർത്താനായിട്ട് പറ്റും. ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാന്റിൽ വേറെയും എന്തുണ്ടാവും, ഒരു മൊട്ട് വന്നിട്ടുണ്ടാവും. ഏകദേശം സൂര്യകാന്തിയുടെയൊക്കെ ഒരു മൊട്ട് നിൽക്കുന്ന പോലത്തെ ഒരു റിസംബ്ലൻസ് തോന്നുന്ന മൊട്ടുകളാണ് ജെർബറയുടേത്. ഇത് കുറച്ച് നാളിങ്ങനെ പയ്യെ പയ്യെ വളർന്ന് ഇതുപോലെ ഒരു ലോങ് സ്റ്റെമ്മായിട്ട് ഇതുപോലെ നമുക്ക് ഫ്ലവർ കിട്ടും. അത് കുറച്ച് നാൾ നിൽക്കും, പെട്ടെന്ന് തന്നെ വാടിപ്പോകത്തില്ല. കുറച്ച് നാൾ ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ ഫ്രഷായി നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് വാടും. ആ സമയത്ത് നമ്മളിത് കട്ട് ചെയ്ത് കളയാം. ലീഫ് അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കൊണ്ട് ഇതിന് പ്രൊപ്പഗേഷൻ നടക്കുമെന്ന് പറഞ്ഞിരുന്നാലും ബെറ്ററായിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലാന്റ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അത് മണ്ണൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുത്ത് വേറൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ. അതാണ് കുറച്ചുകൂടി ഈസി മെത്തേഡ്. നമുക്ക് പ്ലാന്റ് ഡാമേജ് ഇല്ലാതെ നമുക്ക് അടുത്തൊരെണ്ണം എന്ത് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, ഇതൊരു 2 പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾ വെക്കുമ്പം ശരി ഇതുപോലെ ഒരു വലിയ വാവട്ടമുള്ള ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ്സ് അതിൽ തന്നെ നിർത്തിയിട്ട് അതിൽ തന്നെ എപ്പോഴും കുറേ പൂക്കളുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് റീപോർട്ട് ചെയ്ത് അടുത്തടുത്തായിട്ട് നിറച്ച് നിർത്താവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജെർബറയുടെ വിശേഷങ്ങൾ. അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.